എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ സ്നേഹവന്ദനം. പ്രാർത്ഥന ആത്മീയ ചേതനയുടെ പ്രകാശനമാണ്. ആത്മാവിന് നൽകപ്പെടുന്ന പാഥേയമാണ് പ്രാർത്ഥന. ആത്മാവിൻ്റെ പരിപോഷണം സംഭവിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ക്രിസ്തുവിൻ്റെ ഓരോ പ്രഭാതവും ക്രിയാത്മകമായി തീർന്നത് ഈ ധന്യമായ മുഹൂർത്തത്തിലൂടെയാണ്. ജീവിതത്തിൽ നാം സ്വീകരിക്കുന്ന അകലമാണ് പ്രാർത്ഥന. പ്രഭാതത്തിൽ അവൻ വിജനദേശത്തേക്ക് പോയത് ദൈവവുമായിട്ടുള്ള അഭിമുഖത്തിനാണ്. ഞാനും നീയും ദൈവത്തെ അഭിമുഖീകരിക്കുന്ന ഇടമാണ് പ്രാർത്ഥന. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണും, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടയ്ക്കണം. ഈ കതകടയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന് തനതായ ഒരു അർത്ഥമുണ്ട്. ലോകത്തോടും ലോകകാര്യങ്ങളോടുമുള്ള പ്രവണതയിലേക്ക് തുറന്നിട്ടിരിക്കുന്ന കതവുകളെ അടയ്ക്കാതെ ഈശ്വര ദർശനമില്ല എന്നാണ്. ഈശ്വര ദർശനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ ചില കതവുകൾ അടയ്ക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 39 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണും, അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു കല്ലേറ് ദൂരം സ്വീകരിച്ചു. He made a distance of a stone's throw in order to pray. തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച സുഹൃത്തിനോട് പോലും മതിയെന്ന് പറഞ്ഞിട്ട് അവൻ മാറിയിരുന്നു. പ്രാർത്ഥനയ്ക്ക് വിഘാതമാകാൻ സാധ്യതയുള്ള എല്ലാത്തിനോടും വിട പറയുമ്പോഴാണ് ഈശ്വരാനുഭവം നമ്മുടെ ഭാഗമായി തീരുക. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഈ കതകടയ്ക്കൽ ജീവിതത്തോട് രമ്യതപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടതൊന്നാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. മനസ്സും ശരീരവും വിചാരവും വികാരങ്ങളും ആത്മീയതയിൽ സജ്ജമാക്കപ്പെടേണ്ട ഇടമാണ് പ്രാർത്ഥനയുടെ ഇടം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായൊരു വ്യാപാരമല്ല. എൻ്റെ ചിന്തകളെയും എൻ്റെ പ്രവർത്തനങ്ങളെയും ഭൗതികമായ യാഥാർത്ഥ്യത്തിൻ്റെ പിൻബലത്തോടുകൂടെ വിശകലനം ചെയ്യുന്ന ഇടമല്ല പ്രാർത്ഥന. മറിച്ച് ഹൃദയംഗമമായ അനുഭവത്തിലേക്കുള്ള പ്രവേശനമാണ്. You should not be head-centered, but heart-centered. തല കൊണ്ട് ചിന്തിക്കുന്നതല്ല, ഹൃദയം കൊണ്ട് ആസ്വദിക്കുന്നതാണ് പ്രാർത്ഥന. അതൊരു ആസ്വാദനമാണ്.
സുഹൃത്തിൻ്റെ ചാരത്തിരിക്കുന്ന സുഹൃത്തിന് ലഭിക്കുന്ന ആനന്ദം, പ്രണയിക്കുന്നവർ പരസ്പരം കൈമാറുന്ന ആത്മീയവും ശാരീരികവും മാനസികവുമായ ആനന്ദം, യഥാർത്ഥമായ ആനന്ദത്തിൻ്റെ പരമോന്നതമായ ഭാവമാണ് പ്രാർത്ഥനയിലൂടെ ലഭിക്കേണ്ടത്. അവിടെ മനസ്സും ശരീരവും വിചാരവും വികാരങ്ങളും നിശ്ചലമായി മാറും. വാക്കുകൾക്കതീതമാണ് പ്രാർത്ഥന. ശാന്തതയുടെ ആത്മബോധമാണ് പ്രാർത്ഥന. സങ്കീർത്തകന്റെ പുസ്തകത്തിൽ 46-ാം അധ്യായത്തിൽ 10-ാം തിരുവചനത്തിൽ നമ്മൾ കാണും, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഈ ശാന്തമാവുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാവുക എന്നതാണ്. പ്രാർത്ഥനയ്ക്ക് വേറെ അർത്ഥങ്ങളൊന്നുമില്ല. ശാന്തമാവുക എന്ന അർത്ഥമേയുള്ളൂ. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ശാന്തത കൈവെടിയാൻ സാധിക്കുകയില്ല. പ്രാർത്ഥനയുടെ ഭാവം ശാന്തതയാണ്. നിശബ്ദതയുടെ ആഴങ്ങളാണ് നമ്മളെ ധന്യരാക്കുന്നത്. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ പറയും, സച്ചിദാനന്ദ സ്വരൂപനായ ദൈവമേ, നിന്റെ സ്നേഹം എൻ്റെ ശബ്ദതരംഗങ്ങളിലും ചിന്താതലങ്ങളിലും നർത്തനമാടുകയും തൽഫലമായി നിശബ്ദതയുടെ ആഴങ്ങളിലേക്ക് ഞാൻ പോവുകയും നിശബ്ദതയുടെ ആഴത്തിൽ വെച്ച് ഞാൻ എന്നെ തന്നെ കണ്ടെത്തുകയും ചെയ്യട്ടെ. ഈ ലോകത്തിൽ ആദ്യം രമ്യത പ്രാപിക്കേണ്ടത് മറ്റാരോടുമല്ല, നമ്മോട് തന്നെയാണ്. നമ്മോട് തന്നെ രമ്യത പ്രാപിക്കാനുള്ള ക്രിയാത്മകമായ ക്ഷണമാണ് പ്രാർത്ഥന നൽകുക. കർത്താവ് തന്നോട് തന്നെ രമ്യത പ്രാപിക്കുകയാണ്. നമ്മൾ അത്ഭുതപ്പെടും. അവൻ ദൈവമായിരുന്നിട്ടും എന്തേ അവൻ പ്രാർത്ഥിച്ചത്? അവൻ ആരോടാണ് പ്രാർത്ഥിച്ചത്? പ്രാർത്ഥന എന്നാൽ സ്വയം രമ്യത പ്രാപിക്കാനുള്ള ക്ഷണമാണ്. മനസ്സും ശരീരവും വിചാരവും വികാരങ്ങളും നിശബ്ദമായി ജീവിത വ്യാപാരങ്ങളെ ക്രിയാത്മകമാക്കുന്ന ഇടമാണ് പ്രാർത്ഥനയുടെ ഇടം. നിന്റെ കഥകടയ്ക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളെ അടയ്ക്കുക എന്നതാണ്. അത് ലോകവുമായി നമ്മളെ ബന്ധപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ ചെവി, എൻ്റെ ത്വക്ക് എല്ലാം ഈ ലോകവുമായി രമ്യപ്പെട്ട് നിൽക്കുകയാണ്. അതിനെ അടയ്ക്കുമ്പോൾ ഉത്തമമായ ഒന്ന് തെളിഞ്ഞു വരും. ഭാഗ്യമായ നേത്രങ്ങൾ ഈശ്വര ദർശനത്തിന് വിഘാതമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ കണ്ണടയ്ക്കുക. എപ്പോഴും കണ്ണു തുറക്കുന്നതല്ല, ചിലപ്പോഴൊക്കെ അടയ്ക്കുന്നതാണ് ആത്മീയതയുടെ ഭാവം. എല്ലാം കാണുന്നതല്ല, ചിലതൊക്കെ കാണാതിരിക്കണം.
അതൊരു പക്വത പ്രാപിക്കലാണ്. എല്ലാം കാണണമെന്ന ദ്വരയിൽ നിന്ന് ഉള്ള ഒരു പക്വത പ്രാപിക്കൽ. എല്ലാം കേൾക്കണം, എല്ലാം കേൾക്കണമെന്നുള്ള ദ്വരയിൽ നിന്ന് പക്വത പ്രാപിക്കണം. ചിലതൊക്കെ കേൾക്കാതിരിക്കുമ്പോഴാണ് പ്രാർത്ഥന രൂപീകൃതമാകുന്നത്. എല്ലാം ഓർത്തെടുക്കണമെന്ന് ചിന്തിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വിഘാതമായി നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്തേ ഒരു 10-90 വയസ്സ് കഴിയുമ്പോൾ ശാരീരികമായിട്ട് നമ്മുടെ കാഴ്ച നിലച്ചു പോകുന്നത്? എന്തേ നമ്മുടെ കേൾവി നിലച്ചു പോകുന്നത്? എന്തേ നമ്മുടെ ഓർമ്മശക്തി പതിയെ പതിയെ അകന്നു പോകുന്നത്? അതൊരു രോഗമല്ല, അതൊരു പക്വത പ്രാപിക്കലാണ്. അത് പ്രാർത്ഥനയുടെ പക്വത പ്രാപിക്കലാണ്. എല്ലാം കാണരുതെന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു എന്ന പക്വത പ്രാപിക്കൽ. എല്ലാം കേൾക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു പക്വത പ്രാപിക്കൽ. എല്ലാം ഓർത്തെടുക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു പക്വത പ്രാപിക്കൽ. എല്ലാ സ്പർശനവും നീ അറിയരുത് എന്ന് ശരീരം പഠിപ്പിക്കുന്ന ഒരു പക്വത പ്രാപിക്കൽ. കതകടയ്ക്കുക, കതകടച്ച് ഉള്ളിലേക്ക് പോവുക. ഈ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കതകുകളെ അടച്ച് ആത്മീയ ചേതനയിലേക്ക് ഉണർത്തപ്പെടാനുള്ള ക്ഷണമാണ് പ്രാർത്ഥന നൽകുക. തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച സുഹൃത്തിനോടും തൻ്റെ പ്രാർത്ഥനാവേളയിൽ കൂട്ടിരുന്ന രൂപാന്തരവേളയിൽ സാക്ഷ്യം വഹിച്ച സ്ലീഹന്മാരോടും വിട പറഞ്ഞ് അവനൊരു കല്ലേറ് ദൂരം മാറിയത് എന്തിനാണ്? തൻ്റെ മുമ്പിലേക്ക് എറിയപ്പെട്ട കുരിശും ചുമന്ന് കാൽവരി വരെ നടന്നു നീങ്ങാനുള്ള ശക്തി സ്വീകരിക്കാൻ. ഈ ശക്തി ഈ കല്ലേറ് ദൂരം വെച്ചു നീട്ടിയ യാഥാർത്ഥ്യമാണ്. പതിയെ പതിയെ ശക്തി പ്രാപിക്കാനുള്ള ക്ഷണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മനസ്സും ശരീരവും വിചാരവും വികാരങ്ങളും ഈ ലോകവുമായിട്ട് ബന്ധിതമെങ്കിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള സാധ്യതയ്ക്ക് വിളിക്കുന്ന പേരാണ് ഈ കല്ലേറ് ദൂരം അല്ലെങ്കിൽ കതകടയ്ക്കൽ. ദൈവമേ, ചിലപ്പോഴെങ്കിലും ഞാൻ ഈ കതകുകൾ പ്രാർത്ഥനയിൽ തുറന്നു പോയിട്ടുണ്ട്. പ്രാർത്ഥനയെ നിഷ്പ്രഭമാക്കുന്ന കതകുകളെ അടയ്ക്കാനുള്ള കൃപ തരണമേ. ലോകവും ലോകകാര്യങ്ങളുമായി ബന്ധിതമായ അവസ്ഥയിൽ നിന്ന് നീയാകുന്ന സത്തയിലേക്ക് പ്രയാണം ചെയ്യാൻ എന്നെ നീ പ്രാപ്തനാക്കണമേ. ലോകവ്യാപാരങ്ങളിൽ മുഴുകിപ്പോയ ശരീരം നീയാകുന്ന സത്തയെ പുൽകാൻ സാധ്യതയില്ലാതെ നിൽക്കുമ്പോൾ യഥാർത്ഥമായ കതക് അടയ്ക്കാനുള്ള ബലം തരണമേ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ വെട്ടുകുഴിയിൽ നിന്ന് തന്നെ ചെത്തിമിനുക്കിയ കല്ലുകൾ കൊണ്ട് ദേവാലയം പണിതപ്പോൾ മഴുവിൻ്റെയോ ചിറ്റുകയുടെയോ മറ്റിരുമ്പായുധങ്ങളുടെയോ ശബ്ദം കേട്ടിരുന്നില്ല. വ്യക്തമായി പറഞ്ഞാൽ നേരത്തെ തന്നെ ചെത്തിമിനുക്കിയ കല്ലുകൾ കൊണ്ട് ദേവാലയം പണിതപ്പോൾ മഴുവിൻ്റെയോ
ചിറ്റികയുടെയോ മറ്റിരുമ്പായുധങ്ങളുടെയോ ശബ്ദം കേട്ടിരുന്നില്ല. പ്രാർത്ഥന ഒരു വെട്ടുകുഴിയാണ്. പ്രാർത്ഥന നമ്മളെ ഒരുക്കിയെടുക്കുന്ന, ഉരുക്കി വാർക്കുന്ന ഇടമാണ്. സംശുദ്ധമായ മനോഭാവത്തോടെ ജീവിത യാഥാർത്ഥ്യത്തെ സ്വീകരിക്കാനുള്ള ക്ഷണമാണ് പ്രാർത്ഥന. പ്രതിസന്ധികളെപ്പോലും പുൽകാനുള്ള ബലം ലഭിക്കുന്ന ഇടമാണ് പ്രാർത്ഥന. സ്വാർത്ഥത വെടിഞ്ഞ് ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കാനുള്ള ആത്മബോധമാണ് പ്രാർത്ഥന. മനസ്സിനെ ശുദ്ധമാക്കി ദൈവഹിതത്തെ സ്വീകരിച്ച് ദൈവവചനത്തെ മാംസമാക്കാനുള്ള ഇടമാണ് പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ ക്ഷണിതാക്കളായിരിക്കുന്നത്. പ്രാർത്ഥനയുടെ സ്പന്ദനം ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഓഫീസ് മുറിയിലുണ്ടാവണം. പ്രാർത്ഥനയുടെ ചാരുത എൻ്റെ ഇടപെടലുകളിലുണ്ടാവണം. പ്രാർത്ഥനയുടെ ഗന്ധം എൻ്റെ തലോടലിലുണ്ടാവണം. പ്രാർത്ഥനയുടെ നിഷ്കളങ്കത എൻ്റെ വാക്കുകളിലുണ്ടാവണം. പ്രാർത്ഥനയുടെ സൗരഭ്യം ഞാൻ കടന്നു പോകുന്ന ഇടങ്ങളിലുണ്ടാവണം. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ മുട്ടിമേൽ ഇഴയുന്നവനെ കാണാൻ ഞാൻ മറന്നുപോകരുത്. ഞാൻ കരമുയർത്തുമ്പോൾ കരം താഴ്ത്തി വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ മറന്നുപോകരുത്. എൻ്റെ കരം ബലം കൊണ്ട് ഞാൻ കരമുയർത്തി സർവശക്തനെ വിളിക്കുമ്പോൾ ഈ കരമുയർത്താൻ ബലം തന്ന സർവശക്തൻ നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. മകനെ, നീ ഇത്രമാത്രം കരമുയർത്തിയെങ്കിൽ, മകളെ നീ ഇത്രമാത്രം കരമുയർത്തിയെങ്കിൽ, ഈ കരം ഇടയ്ക്കിടയ്ക്ക് താഴ്ത്തി വീണുകിടക്കുന്നവരെ ഒന്നെഴുന്നേൽപ്പിക്കാവോ? സാന്നിധ്യം നഷ്ടപ്പെട്ടവർക്ക് സാന്ത്വനം നൽകി തലോടാവോ? നിനക്ക് ഞാൻ ഈ കരത്തിന് ബലം തന്നത് തളർന്നു പോകുന്നവരെ ഉയർത്തിപ്പിടിക്കാനാണ്. പ്രാർത്ഥനയുടെ ഗന്ധം സ്വീകരിച്ച് ജീവിതത്തിലുടനീളം പ്രാർത്ഥനയെ പ്രസരിപ്പിക്കാനുള്ള ക്ഷണം തന്നെയാണ് പ്രാർത്ഥന നൽകുന്നത്. സംശുദ്ധമാകട്ടെ നമ്മുടെ മനസ്സ്, സംശുദ്ധമാകട്ടെ നമ്മുടെ ഇടപെടലുകൾ, സംശുദ്ധമാകട്ടെ നമ്മുടെ കാഴ്ചപ്പാടുകൾ. അവൻ പ്രാർത്ഥനയിൽ നിന്ന് ക്രിയാത്മകമായ ബോധ്യം സ്വീകരിച്ച് താഴെ ഇറങ്ങുമ്പോൾ വിശക്കുന്നവൻ്റെ മുമ്പിൽ നമ്മുടെ ദൈവത്തിൻ്റെ പേര് അന്നമെന്നായിരുന്നു. ബന്ധനാവസ്ഥയിൽ കഴിഞ്ഞ് രക്ഷയില്ല എന്ന് കരുതിയവൻ്റെ മുമ്പിൽ നമ്മുടെ തമ്പുരാൻ്റെ പേര് സ്വാതന്ത്ര്യം അഥവാ വിടുതൽ എന്നായിരുന്നു. എൻ്റെ പ്രാർത്ഥന അവരനെ വിടുവിക്കുവാനും അസ്വാതന്ത്ര്യത്തിൻ്റെ പാതകൾ തിരഞ്ഞെടുത്തവരെ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകാനും പ്രായോഗികമായ തലത്തിൽ പ്രാപ്തമായി ഉണർന്നു വരട്ടെ. ആത്മചേതന നഷ്ടപ്പെട്ട് സംശുദ്ധമായ ജീവിതത്തിൻ്റെ ഉടമസ്ഥതയും നഷ്ടപ്പെട്ട് തിരസ്കരണത്തിൻ്റെയും വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും അനുഭവത്തിൽ അടിഞ്ഞുപോയവരെ
പ്രാർത്ഥന പ്രബുദ്ധരാക്കും. പ്രാർത്ഥന സമയത്തിനതീതമാണ്, കാലത്തിനതീതമാണ്, ദേശത്തിനും അതീതമാണ്. പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുമ്പോൾ സമയാതീതമായൊരു യാഥാർത്ഥ്യം നമ്മളെ വലയം ചെയ്യും. അതൊരു മാനസിക ആത്മീയമായ അവസ്ഥയാണ്. ഇഷ്ടമുള്ളവരോട് ചേർന്ന് നിൽക്കുമ്പോൾ സമയം പോകുന്നത് അറിയാത്തതുപോലെ അവനുമായ ഗാഢബന്ധത്തിൽ സമയത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിധികളെ അതിജീവിപ്പാൻ നാം ശക്തരായി മാറും. അതുകൊണ്ടാണ് തമ്പുരാൻ പറയുക, എല്ലാ കതകുകളും അടയട്ടെ. യഥാർത്ഥമായ സത്യം കണ്ടെത്താൻ നിശബ്ദതയുടെ ആഴമുണ്ടാകട്ടെ. പീലാത്തോസിൻ്റെ സത്യം എന്തെന്ന ചോദ്യത്തിന് സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ തമ്പുരാൻ ഒരു ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരമാണ് പ്രാർത്ഥന. ആ ഉത്തരം നിശബ്ദതയായിരുന്നു. സത്യമെന്തെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ നിശബ്ദതയുടെ ആഴങ്ങളിലേക്ക് പോകണം. നിശബ്ദതയുടെ ആഴങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും തെളിയപ്പെടുക. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ പറഞ്ഞതുപോലെ, സച്ചിദാനന്ദ സ്വരൂപനായ ദൈവമേ, നിന്റെ സ്നേഹം എൻ്റെ ശബ്ദതരംഗങ്ങളിലും ചിന്താതലങ്ങളിലും നർത്തനമാടുകയും തൽഫലമായി നിശബ്ദതയുടെ ആഴങ്ങളിലേക്ക് ഞാൻ പോവുകയും നിശബ്ദതയുടെ ആഴത്തിൽ വെച്ച് ഞാൻ എന്നെ കണ്ടെത്തുകയും ചെയ്യട്ടെ. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ദൈവമേ, ശാന്തത വെടിയാൻ സാധ്യതയുള്ള സംരംഭങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ, വ്യത്യസ്തമായ അനുഭവങ്ങളാൽ ഞാൻ വേട്ടയാടപ്പെടുമ്പോൾ, നീയാകുന്ന ശാന്തതയിലേക്ക് പ്രയാണം ചെയ്യാൻ എന്നെയും എന്നൊപ്പമുള്ളവരെയും പ്രാപ്തരാക്കണമേ. ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളിലും നടന്നു പോകുന്ന പാതകളിലും സ്വീകരിക്കുന്ന അനുഭവങ്ങളിലും പ്രാർത്ഥനയിൽ നിന്ന് ഉയർക്കൊണ്ട യാഥാർത്ഥ്യത്തെ പ്രകാശമായി, സാന്ത്വനമായി, സ്നേഹമായി, കരുതലായി, കരുത്തായി അവരിന് പകരാൻ എന്നെയും പ്രാപ്തനാക്കണമേ, പ്രാപ്തിയാക്കണമേ. സംശുദ്ധമായ പ്രാർത്ഥനാനുഭവം, പ്രാർത്ഥനയിൽ നിന്ന് നിറകളിച്ച ഈ ആത്മീയ അനുഭവം ഈ ദിനത്തെ സുന്ദരമാക്കി തീർക്കട്ടെ.